എന്ത് പറ്റി മനോഹരൻ ചേട്ടാ? ഇനി എന്തോന്ന് പറ്റാ? എന്നെ ജീവനോടെ കാണണമെങ്കിൽ ഇന്ന് നിങ്ങൾ കണ്ടോണം. നാളത്തെ കാര്യം സംശയമാണ്. കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് റിഗ്രറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് റിഗ്രറ്റ് ചെയ്യില്ല എന്നൊക്കെയായിരുന്നു കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ തള്ളിയുന്നത്. എന്റെ അമ്മേ, ഇങ്ങനെ ഒരു കല്ല് വെച്ചാ നുണ ബോംബ് വീണവലായിപ്പോയി ഞാൻ. അല്ല, ദേഷ്യം വന്നപ്പോ നീ അങ്ങനെ വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടോ? നിങ്ങൾ എന്താ ഈ പറയണേ? ഇല്ലെന്നേ, നമ്മൾ അങ്ങനെ പറയോ? കിട്ടാത്ത നടക്കാത്ത കാര്യത്തിനെ കുറിച്ചിട്ട് ചിന്തിക്കുക, കഴിഞ്ഞു പോയ കാര്യത്തിനെ കുറിച്ച് ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കുക, റിഗ്രറ്റ് ചെയ്യുക, വരാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ട് പിന്നെ ആങ്ഷ്യസ് ആവുക. എന്ത് പ്രയോജനം? തൂക്കിയല്ലോ നാഥാ. പ്രസന്റിൽ ജീവിക്കുന്ന ആളാണോ മൃണാൾ? എപ്പോഴും അതിന് മാത്രമേ ജീവിക്കാൻ താല്പര്യമുള്ളൂ. എടാ മോനെ, ഈ കഥകളൊക്കെ പുറത്തു നിൽക്കുന്നില്ലേ കുറെ മെക്കാനിക്ക് വിട്ടികൾ, അവന്മാരോട് പറ. എന്റെ അടുത്ത് വേണ്ട, എല്ലേ. പ്രസന്റിൽ മാത്രം ജീവിക്കാൻ താല്പര്യപ്പെടുന്ന മൃണാൽ പാസ്റ്റിനെ കുറിച്ച് താല്പര്യമില്ല, കഴിഞ്ഞു പോയതിനെ കുറിച്ച് ചിന്തിച്ച് ആശങ്കപ്പെടാറില്ല. ആ മൃണാലാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വന്നിരുന്നിട്ട് ഞാൻ തെറ്റ് ചെയ്തു, ഞാൻ തെറ്റുകാരൻ, എന്റെ തെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കുമ്പസാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർക്ക് ഓരോന്ന് ദൈവം വരച്ചിട്ടുണ്ട്, അത് തുടച്ചാ പോയില്ല. ഇയാള് മറ്റതാ അന്യനമ്പി റമോ, നമ്മളെ മുന്നിൽ ആ ആട്ടാണ് ആടിക്കൊണ്ടിരിക്കുന്ന ആശ. ഇങ്ങനെയുള്ള കാര്യത്തിൽ നീ കാണിക്കുന്ന ശ്രദ്ധ നിന്റെ ജോലിയിൽ കാണിച്ചിരുന്നെങ്കിൽ നീ എന്നെ രക്ഷപ്പെട്ടു പോയനെ. ഇതിന്റെ റിസൾട്ട് അറിയുമ്പോ നീ അന്തം വിടും. ചില സംഭവങ്ങളൊക്കെ നടക്കും. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ സർട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചിലവാക്കിയത് അത്രയധികം പൈസയാണ്. ഇതൊക്കെ എനിക്ക് പറ്റിയ തെറ്റാണ്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. എടപ്പള്ളി പോലത്തെ ഒരു സ്ഥലത്ത് അത്രയധികം പൈസ ചെലവാക്കി അങ്ങനെ ഒരു റെസ്റ്റോറന്റ് ഉണ്ടാക്കി, ഓപ്പൺ കിച്ചൺ ഉണ്ടാക്കിയത്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അടച്ചിടണമായിരുന്നു കിച്ചൺ. ഒരിക്കലും അത് തുറന്നിടാൻ പാടില്ലായിരുന്നു. അവിടെ നടക്കുന്ന എന്താണെന്ന് പുറത്ത് കാണാൻ പാടില്ലായിരുന്നു. എന്തൊരു കഷ്ടമാണോ നോക്കണത്. നല്ല ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കാൻ ശ്രമിച്ചത്, ക്വാളിറ്റിയുള്ള ഭക്ഷണം വിലക്കുറവിൽ കൊടുക്കാൻ ശ്രമിച്ചത്, ഇതൊക്കെ ഭയങ്കര തെറ്റായി പോയി. വേദപുസ്തകം കൊന്തയും പിടിച്ച് തഴമ്പിച്ച കയ്യ നല്ല ഉറപ്പാ. ഇതോറ്റെണ്ണം തന്നാണ്ടല്ലോ. ഞാനത് ശരിക്കും റിയലൈസ് ചെയ്യുന്നു. മേ ബി ഇപ്പം ഞാൻ ഹംഗ്രി മൃണാളിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ ഞാനാണ്. അത് കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ ഇൻവെസ്റ്ററോട് ഞാൻ കുറച്ച് നേരത്തെ സംസാരിക്കുകയായിരുന്നു. അപ്പൊ അയാള് എന്നോട് പറയാ, മൃണാളെ നീ മണ്ടനാടാ. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ താനിത് കണ്ടോണ്ട് നിന്ന ആളല്ലേ? അപ്പൊ അയാള് പറഞ്ഞു, ശരിയാ ഞാനും മണ്ടനാ, നീ പറഞ്ഞ ഞാൻ വിശ്വസിച്ചു. കൊള്ളാം, ഈനാം പേച്ചിക്ക് മരപ്പട്ടി കൂട്ട്. എന്തിനാ ഇത്രയധികം ലക്ഷം രൂപ ചെലവാക്കിയിട്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ NOC മേടിച്ച റെസ്റ്റോറന്റിന് ആരാ മേടിക്കുന്നുള്ള? അങ്ങനെ അത് ചെയ്ത് തെറ്റായിപ്പോയി. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരു ഗ്രീസ് ട്രാപ്പ് പോലും വെക്കാത്ത അതൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. മനുഷ്യനെ വട്ടളക്കാതെ സ്ഥലം കാലിയാക്കാൻ നോക്കും മാഷെ. മൃണാൽ ഇത്രകാലം ലൈവിൽ വന്നിരുന്നു, വീഡിയോയിലിരുന്നും തള്ളിയ തള്ളു, ബാക്കി ഹോട്ടലുകളിൽ പോയി ഇരുന്നിട്ട് ഫുഡ് കഴിച്ചതിന് ശേഷം അവിടുത്തെ ഹൈജീനെ കുറിച്ചും അവിടുത്തെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ചും ഒക്കെ പറഞ്ഞിരുന്ന ആ വിഷയങ്ങൾ ഇതൊക്കെ മലയാളികളുടെ മുന്നിലുള്ളതാണ്. അവസരോചിതോ ഗുണിതോ പണിതോ എന്നല്ലേ പ്രസിഡന്റ്? അതായത് അവസരങ്ങൾ ഉചിതമാണോ എന്ന് ഗുണിച്ചു നോക്കിയിട്ടേ പണിയാവൂ എന്ന്. അല്ലെങ്കിൽ ഇതുപോലുള്ള പണി കിട്ടും.